ഹലോ, ഇന്ന് 2-3 മീഷോ പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന 2-3 പ്രൊഡക്ട്സ് ആണത്. ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ വെക്കാൻ പറ്റാവുന്ന ടൈപ്പ് കണ്ടെയ്നറാണ്. ഇത് 6 എണ്ണമാണ് വരുന്നത്. അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ കണ്ടിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്താലേ എങ്ങനെയാണെന്നുള്ള അറിയുള്ളൂ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രെയിനെറ്റ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഡ്രെയിനെറ്റ് പ്ലേറ്റ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകിയിട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ പച്ചക്കറിയിലുള്ള വെള്ളമൊക്കെ അതിൻ്റെ താഴത്തേക്ക് ഡ്രെയിനായിട്ട് പോവും. എന്നിട്ട് കണ്ടെയ്നർ വേണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതാ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 280 വരുന്നത് കേട്ടോ. 6 എണ്ണം ഉണ്ടാവും. അടുത്ത പ്രൊഡക്റ്റ് ഇതേപോലെ തന്നെ കിച്ചണിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെയാണ്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല ഗ്ലാസ് പോലെ ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് 12 എണ്ണമാണ് വരുന്നത് ഒരു ഇതിൽ. അപ്പോൾ നമുക്കിതിൽ ചെറുപയർ, കടല അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇത് 12 എണ്ണമാണ് ഒരു ബോക്സിൽ വരുന്നത്. റേറ്റ് വന്നിട്ട് 400 രൂപയാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് സിപ്പ് ലോക്ക് പൗച്ചസ് ആണ്. ഇത് ഒരു ഇതിൽ 10 എണ്ണമാണുള്ളത്. 129 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ബാഗിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഈ 3 പ്രോഡക്റ്റ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.